ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 87 കുചേലവൃത്തം. കുചേലനാമാ ഭവതഃ സതീർത്ഥ്യതാം ഗതഃ സസാന്ദീപനിമന്ദിരേ ദ്വിജ ത്വദേകരാഗേണ ധനാദിനിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമീ ഗൃഹാശ്രമീ സമാനശീലാഭി തദീയവല്ലഭാ തഥൈവ നോ ചിത്തജയം സമേയുഷി കദാചിദൂജേ ബദവൃത്തിലബ്ധയേ രമാപദി കിം ന സഖാ നിഷേവ്യതേ ഇതീരിതോയം പ്രിയയാ ക്ഷുധാർത്തയാ ജുഗുപ്സമാനോഭിധനേ മദാവഹേ തദാ ത്വദാലോകനകൗതുകാദ്യയൗ വഹൻ പടാന്തേ പൃഥുഗാനുപായനം ഗതോയമാശ്ചര്യമയീം ഭവത്പുരീം ഗൃഹേഷു ശൈബ്യാഭവനം സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപനിർവൃതിം തവാദിസംഭാവനയാ തു കിം പുനഃ പ്രപൂജിതം തം പ്രിയയാ ച വീജിതം കരേ ഗൃഹീത്വാ കഥയ പുരാകൃതം യദിന്ധനാർത്ഥം ഗുരുദാരചോദിതൈ അഭർത്തുവർഷം തദമർഷികാനനെ ത്രബാജുഷോസ്മാദ് പൃഥുഗം ബലാദധ പ്രഗൃഹ്യ മുഷ്ടൗ സഹൃദാശിതേ ത്വയാ കൃതം കൃതം നന്വിയദേതി സംഭ്രമാദ്രമാ കിലോവേത്യ കരം രുരോധതേ ഭക്തേഷു ഭക്തേന സ മാനിതസ്ത്വയാ പുരീം വസന്നേകനിശാം മഹാസുഖം ബദാപരേദ്യുർദ്രവിണം വിനായയൗ വിചിത്രരൂപസ്തവ ഖൽവനുഗ്രഹ യദി ഹ്യയാജിഷ്യമദാസ്യദച്യുതോ വദാമി ഭാര്യാം കിമിതി വ്രജന്നസൗ ത്വദുക്തിലീലാസ്മിതമഗ്നധീ പുനഃ ക്രമാദപശ്യന്മണിദീപ്രമാലയം കിം മാർഗവിഭ്രംശ ഇതി ഭ്രമൻ ക്ഷണം ഗൃഹം പ്രവിഷ്ടഃ സ ദദർശ വല്ലഭാം സഖീപരീദാം മണിഹേമഭൂഷിതാം ബുബോധ ച ത്വൽകരുണാം മഹാത്ഭുതാം സരത്നശാലാസു വസന്നഭിസ്വയം സമുന്നമദ്ഭക്തിഭരോമൃതം യയൗ ത്വമേവ മാ പൂരിതഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വ മേ ഗദാൻ ത്വമേവ മാ പൂരിതഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വ മേ ഗദാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 87 എന്ന് അനുസ്മരിക്കാനുള്ളത്. കുചേലോപാഖ്യാനം. ഭാഗവതത്തിലെ
ദശമസ്കന്ധത്തിലെ 80, 81 അധ്യായങ്ങളിലായിട്ടാണ് ഈ കഥ വർണ്ണിച്ചിട്ടുള്ളത്. ഭാഗവതത്തിൽ പറയുമ്പോൾ അനവധി യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ച് ബലരാമന്റെ കഥയൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞിട്ടാണ് ശ്രീ ശുഖബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് ചോദിക്കുന്നത്, ഭക്തി ഉള്ള അല്ലെങ്കിൽ തനിക്ക് മനസ്സ് സമർപ്പിക്കാൻ പറ്റിയ കഥ, ഭഗവാന് സമർപ്പിക്കാൻ പറ്റിയ കഥ എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീ ശുഖബ്രഹ്മർഷി വളരെ ചിന്തിച്ചുകൊണ്ട്, വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ കഥയാണ് ഈ സുദാമാവിന്റെ കഥ. എന്നാൽ ആരായിരുന്നു സുദാമാവ് എന്നുള്ള ഈ ബ്രാഹ്മണൻ? അദ്ദേഹം വലിയൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ്. ഭഗവാൻ തന്റെ സുഹൃത്തായിട്ട് അംഗീകരിച്ചിട്ടുള്ള ആളാണ്. സാധാരണ നമ്മൾ ഭഗവാനെ സുഹൃത്തായിട്ട് കാണും, പക്ഷെ ഭഗവാന്റെ സുഹൃത്താണ് ആര്? സുദാമാവ്. ഇത്രയധികം ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു മഹാത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ വിഷമ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്തിക്ക് മുമ്പിൽ ഭഗവാൻ പരാജയപ്പെടുന്നതായിട്ടുള്ള രംഗം. ഭാഗവതത്തില് ഭഗവാന്റെ അവതാരം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്ന കഥകളിലൊക്കെ ഓരോരുത്തരെയായിട്ട് ഭഗവാൻ ജയിച്ച് വരിക. ബ്രഹ്മാവിനെ ജയിച്ച്, ഇന്ദ്രനെ ജയിച്ച്, വരുണനെ ജയിച്ച്, കാമദേവനെ ജയിച്ച്, ഇങ്ങനെ എല്ലാവരെയും ജയിച്ചു വരുന്ന ഭഗവാൻ ഒരാളുടെ മുമ്പിൽ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ, തന്റെ ഭക്തന്റെ മുമ്പിൽ. ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ എപ്പോഴും പരാജയപ്പെടുന്നു. നമ്മേ ഭക്ത പ്രണശ്യതി, തന്റെ ഭക്തന് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. ഭക്തനോ എപ്പോഴും ഭക്തനെ മനസ്സിൽ, ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അല്ലെങ്കിലും പ്രഹ്ലാദന്റെ കഥ പറയുമ്പോൾ പറയുന്നുണ്ട്, ഭഗവാൻ ആരോടാണ് സന്തോഷിക്കുക? എപ്പോഴാണ് ഭഗവാന് കൂടുതൽ സന്തോഷം വരിക? പ്രിയതേ അമലയാ ഭക്തിയ. നിർമ്മലമായ ഭക്തിക്ക് മുമ്പിൽ ഭഗവാൻ എപ്പോഴും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അത്ര ഭക്തിയുള്ള ആളാണ് ആര്? സുദാമാവ്. കുചേലനാമ ഭവതസതീർത്ഥ്യതാം ഗതസ്സ സാന്ദീപനി മന്ദിരേ ദ്വിജ ത്വദേകരാഗേണ ധനാദി നിസ്പൃഹോ ദിനാനി നിന്നെ പ്രശമീ ഗൃഹാശ്രമീ. ഇങ്ങനെ ഗുരുകുലത്തില്, സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ച് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം. ഗൃഹസ്ഥനായിട്ട് കൂടി അദ്ദേഹത്തിന് ഭയങ്കര ഭക്തിയാണ്, ഉറച്ച ഭക്തിയാണ്. ത്വദേകരാഗേണ, ഭഗവാനിൽ ഉറച്ച ഭക്തിയുള്ള ആളാണ്. ധനാദി നിസ്പൃഹ, ഉറച്ച ഭക്തി ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഏതിലെ? ധനാദികളിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ധനമെന്നോ ഗൃഹമെന്നോ അതിലൊന്നും വലിയൊരു ആസക്തി ഉണ്ടാവില്ല. ധനാദി നിസ്പൃഹ, അങ്ങനെയൊന്നും ആഗ്രഹമില്ലാതെ പ്രശമീ ദിനാനി നിന്നേ, വളരെ ശാന്തനായിട്ട്, എന്ത് ഇല്ലെങ്കിലും സന്തോഷം, എന്ത് ഉണ്ടെങ്കിലും സന്തോഷം. എന്നാൽ അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആളാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണ്. എന്താണ് ദാരിദ്ര്യം എന്ന് പറയേണ്ടി വരും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ എന്ന് മാത്രമല്ല, ദരിദ്രോ യസ്തു അസന്തുഷ്ട എന്ന് ഏകാശസ്കന്ധം പറയണം. ആരാണ് ദരിദ്രൻ? എന്ത് കിട്ടിയാലും സന്തോഷം ഇല്ലാത്തയാളാണ് ശരിക്ക് ദരിദ്രൻ എന്ന് പറയേണ്ടത്. അങ്ങനത്തെ ആളെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സുദാമാവിനാണെങ്കിൽ കിട്ടിയാലും വിരോധമില്ല, കിട്ടിയില്ലേലും വിരോധമില്ല. അപ്പൊ അദ്ദേഹം ശരിക്കും ദരിദ്രനാണോ ചോദിച്ചാൽ അല്ല. ഭക്തി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ആ ശൃംഗത്തിലിരിക്കുന്ന ആളാണ് സുദാമാവ്. ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുമ്പോൾ, സാധാരണ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുമ്പോൾ ഒക്കെ നമുക്ക് പല പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നിനോടും അമിതമായ ഒരു താല്പര്യമില്ല, വേണമെന്നില്ല, കിട്ടിയാൽ ഉപയോഗിക്കില്ല എന്നുമില്ല. ശാന്തനായിട്ടിരിക്കുക മാത്രം. അല്ലെങ്കിലും ഭാഗവതം കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ സമാധാനമായിട്ടിരിക്കാൻ, ശാന്തനായിട്ടിരിക്കാൻ.
അല്ലേ? അല്ലെങ്കിൽ നാരായണീയം വായിക്കണം എന്തിനാണ്? ശാന്തനായിട്ടിരിക്കാൻ, സമാധാനമായിട്ടിരിക്കാൻ, വേറൊന്നിനല്ല. സമാധാനമായിട്ടിരിക്കണമെങ്കിൽ ഭഗവാനെ അറിയണം. ഭഗവാന്റെ അടുത്തിരിക്കുമ്പോഴേ സമാധാനം കിട്ടുള്ളൂ, കൂടിയിരിക്കുമ്പോൾ മാത്രം. അങ്ങനെ ഇരിക്കുന്ന ആളാണ് എപ്പോഴും ഭഗവാന് തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള ആളാണ് ആര്? സുദാമാവ്. എന്നാൽ അദ്ദേഹത്തിന്റെ പത്നി സമാനശീലാഭി തദീയ വല്ലഭ തഥൈവ നോ ചിത്തജയം സമേയുഷി. സമാനശീല അഭി തദീയ വല്ലഭ സമാനശീല അഭി. അദ്ദേഹത്തിന്റെ പത്നി ശീലം കൊണ്ടൊക്കെ ഒരേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. വളരെ ശാന്തയായിട്ടാണ് എപ്പോഴും, ശാന്തശീലത്തോടു കൂടിയവളാണ്. എന്നാൽ തഥാ ഏവ ചിത്തജയം നോ, പക്ഷേ മനസ്സിനെ അത്ര അങ്ങോട്ട് ജയിച്ചിട്ടില്ല. സമേയുഷി കഥാചിത് ഊജേ, മനസ്സിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ പൂർണ്ണമായിട്ട് ആരെപ്പോലെ, സുദാമാവിനെ പോലെ ജയിച്ചിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് ഒരിക്കൽ ചോദിച്ചു. എന്താ ചോദിച്ചത്? നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ ജീവിക്കുന്നത്? ഒന്നും ഇവിടെ കഴിക്കാനില്ലല്ലോ. ഉള്ളത് കൊണ്ടിങ്ങനെ മക്കൾക്കായാലും ഇനി സ്വന്തം പതിക്കായാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടിങ്ങനെ ഒപ്പിച്ച് ജീവിച്ചു പോവല്ലേ. എന്നാൽ അങ്ങയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ, സതീർത്ഥ്യനല്ലേ, കൂട്ടുകാരനല്ലേ, സഹപാഠിയല്ലേ, ആ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആ ഭഗവാനെ ഒന്ന് പോയി കണ്ടൂടെ? സഖാ രമാപതി കിം ന നിഷേവ്യത. എന്താണൊന്ന് പോയി കാണാത്തത്? ആ ഭഗവാനെ ദ്വാരകയിൽ പോയിട്ട് ഒന്ന് കണ്ടൂടെ എന്ന് പല പ്രാവശ്യം പത്നി ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തയ്യാറായി ഭഗവാനെ കാണാൻ പോവാൻ തയ്യാറായി. കാരണം ഭഗവാനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. ഭാഗവതം പറയുന്നു അല്ലേ? ഭഗവാനെ കാണാൻ സാധിക്കുമല്ലോ. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? പത്നി പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? നീ എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ആരെ കാണാൻ സാധിക്കും? ഭഗവാനെ കാണാൻ സാധിക്കും. ആ ഒരു തീരുമാനവുമായിട്ട് അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടുമ്പോൾ വെറുതെ പോകാൻ പാടുണ്ടോ? അമ്പലത്തിലേക്ക് പോകുമ്പോഴായാലും അല്ലെ, ഭഗവാനെ കാണാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? അങ്ങനെ ചോദിച്ചപ്പോ പത്നി യാജിത്വാ ചതുരോ മുഷ്ടിൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ. അടുത്തുള്ള ഗൃഹങ്ങളിലൊക്കെ പോയിട്ട് പല രീതിയിൽ കുറച്ച് അവിലൊക്കെ തയ്യാറാക്കി കൊടുത്തു. 4 പിടി എന്നാണ്. എന്നാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചാണെങ്കിൽ പോകുന്ന കാര്യത്തിനെ കുറിച്ച് പത്നിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ എന്തെങ്കിലും കിട്ടുക, തന്റെ വിശപ്പ് അടക്കാൻ സാധിക്കുക. ഇതീരിതോയം പ്രിയ ക്ഷുതാർത്ഥയ. കാരണം വിശപ്പൊരു വലിയ പ്രശ്നമാണെന്നാ അല്ലേ, സംശയമൊന്നുമില്ല. എന്നാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മദാവഹേ ധനേ ജുഗുപ്സമാന അഭിതത. അതായത് ഈ ധനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്തുണ്ടാക്കും? അഹങ്കാരം ഉണ്ടാക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ധനത്തിനെ സംബന്ധിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അതിനോടും വലിയ താല്പര്യമില്ല എന്നുള്ളത്. എന്നാലും ഈ ഭഗവാനെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഈ പത്നി സംഘടിപ്പിച്ച് കൊടുത്തിട്ടുള്ള 4 പിടി അവില് എവിടെയാണ് വെച്ചത് എന്നുള്ളതാണ് അല്ലേ. പ്രത്യേകിച്ച് എന്തിലെങ്കിലും കെട്ടിവെക്കണമെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി പോലും ഇല്ല. അതുകൊണ്ടാണ് താൻ ഉടുത്തതിന്റെ നല്ല ഭാഗം നോക്കിയിട്ട് അതിൽ ബന്ധിച്ചു, അതിൽ കെട്ടി, അതിൽ കിഴിയായിട്ട് കെട്ടി. പടാന്തേ പൃഥുകാൻ ഉപായനം വഹന്യയോ. ഭഗവാന് കാഴ്ചയായിട്ട് സമർപ്പിക്കാൻ വേണ്ടി അത് കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു യാത്രയുണ്ട്. ചിന്തിക്കുന്നത് മുഴുവൻ ഒന്ന് മാത്രമാണ്, തനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നൊന്നുമല്ല. എന്തുമാത്ര ചിന്ത? ഭഗവാനെ കാണാലോ എന്ന്. എന്നാൽ നാരായണീയത്തിൽ പറയണു, ദ്വാരകയില് അദ്ദേഹം എത്തിയ സമയത്ത്
എവിടേക്കാണ് പ്രവേശിച്ചതെന്ന്. ഗതോയമാശ്ചര്യമയും ഭവത്പുരിം ഗൃഹേഷു ശൈബ്യാഭവനം സമേയുവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപ നിർവൃതിം തവാദി സംഭാവനയാ തുക്കിം പുനാ. ഗൃഹേഷു ശൈബ്യാഭവനം, വളരെ അവിടേക്ക് അങ്ങോട്ട് കയറിയപ്പോ ദ്വാരകയിലേക്ക് അങ്ങോട്ട് കയറുന്നതും അദ്ദേഹത്തിന് അവിടുത്തെ കാഴ്ചയൊക്കെ കൂടി കണ്ടപ്പോ, കാരണം വല്ലാത്ത അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇതൊന്നും കണ്ടാലും അദ്ദേഹത്തിന് അതിനോടൊന്നും പ്രത്യേകിച്ച് ഒരു ആസക്തി ഉണ്ടായിട്ടല്ല. എന്നാലും ഭഗവാനെ കാണുക എന്നുള്ളത്, ഭഗവാൻ കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കണത്? തന്റെ പ്രിയപ്പെട്ട ആൾ വരുന്നുണ്ട്. എന്നിട്ട് എവിടേക്ക് പ്രവേശിച്ചു എന്നാ? ഗൃഹേഷു ശൈബ്യാഭവനം സമേയുവാൻ. ആ 16,008 ഗൃഹങ്ങൾ ഉണ്ട് അവിടെ മൊത്തം. അതിൽ ശൈബ്യയുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന്. ശൈബ്യ എന്ന് പറഞ്ഞ ഇവിടെ മിത്രവിന്ദയാണ്. എന്നാൽ ഇവിടെ ഭാഗവതത്തില് വിവേശൈകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതോയഥ, ഈ 16,008 ഗൃഹങ്ങളിൽ ഒരു ഗൃഹത്തിലേക്ക് കയറി എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആചാര്യന്മാർ പറയാ രുക്മിണി ഗൃഹത്തിലേക്ക് കയറിയതാണ്. അത് എങ്ങനെയായാലും നാരായണീയം പറയുന്നു മിത്രവിന്ദയുടെ ഗൃഹത്തിലേക്കാണ് കയറിയത്. അവിടേക്ക് അങ്ങോട്ട് എത്തിയപ്പോ വൈകുണ്ഠത്തിലേക്കാണോ പ്രവേശിച്ചത് എന്നുള്ള തരത്തിലുള്ള ഒരു ആനന്ദം അദ്ദേഹത്തിന് ഉണ്ടായിന്ന്. വൈകുണ്ഠം പ്രവിശ്യ ഇവ നിർവൃതിം ആപാ എന്ന് പറയണു. ഇവിടെ ബ്രഹ്മാനന്ദം ഗതോ യഥാ എന്ന് ഭാഗവതം പറയുന്നു. ഭഗവാൻ ആ മഞ്ചത്തിന്റെ മോളിൽ നിന്നിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ഒരു സ്വീകരണമുണ്ട്. എന്തൊക്കെയാ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല, ഭഗവാൻ തന്നെ അറിയില്ല. തന്റെ പ്രിയപ്പെട്ട തന്റെ സഹപാഠി, തന്റെ സതീർത്ഥ്യനെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ടങ്ങോട്ട് ആലിംഗനം ചെയ്തു. തന്റെ സിംഹാസനത്തിൽ കൊണ്ടുപോയി അങ്ങോട്ട് ഇരുത്തി അങ്ങോട്ട് പാദം കഴുകിക്കാൻ തുടങ്ങി. രാജസൂയത്തിന്റെ സമയത്ത് ഭഗവാനെ കാല് കഴുകിച്ചിരുത്ത് പൂജിച്ചിരുന്നു. അഗ്രപൂജ ചെയ്ത ആർക്കാണ്? ഭഗവാനാണ്. ആ സമയത്ത് ഭഗവാൻ വിചാരിച്ചു തനിക്ക് ഒരാളെ ഒന്ന് പൂജിക്കണം. ആ പൂജയാണ് ഭഗവാൻ ശരിക്കും ഇവിടെ ചെയ്യണത്. ആ സുദാമാവിനെ, തന്റെ സതീർത്ഥ്യനെ അവിടെ ഇരുത്തിയിട്ട് കാല് കഴുകിച്ച് പൂജിച്ച് എല്ലാ സ്വീകരണവും കൊടുത്ത് ഇവിടെ ശൈബ്യ, അതായത് മിത്രവിന്ദ വന്ന് വീശിക്കൊടുക്കണു എന്ന് നാരായണീയം പറയണു. നമുക്കത് മിത്രവിന്ദ വന്നാലും രുക്മിണി ആയാലും അത്ര സന്തോഷത്തോട് ദേവി പര്യചരത് സാക്ഷാച്ചാമരവ്യജനേന വൈ. അപ്പോ അത്ര നന്നായിട്ട് അവരൊക്കെ സ്വീകരിച്ചുകൊണ്ട് അത്ര സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കണത്. ഇതങ്ങോട്ട് കണ്ടാൽ അല്ലെ, മനസ്സിലങ്ങോട്ട് ചിന്തിക്കുമ്പോ ഒരു ഭക്തി മനസ്സിൽ അങ്ങനെ ഉയർന്നു വരണം അല്ലെ. ഒരു ഗുരുവായൂർ പോയിട്ടുള്ള ഒരു അനുഭവം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ആ സ്വീകരണമൊക്കെ കഴിഞ്ഞ് പാദം കഴുകൽ കഴിഞ്ഞ് ആ തീർത്ഥമെല്ലാവരെയും തളിച്ച് സന്തോഷത്തോടുകൂടി അങ്ങോട്ട് ഇരുന്ന് പിന്നെ കുറേ നേരം സംസാരിക്കുക. എന്തൊക്കെയാ പറയാനുള്ളത്? കൂട്ടുകാർ തമ്മിൽ കണ്ടാൽ പണ്ടുള്ള അനുഭവങ്ങൾ അല്ലെ, അനവധി കാര്യങ്ങൾ പറയാനുണ്ടാവും. പ്രപൂജിതം തം പ്രേയാചവീചിതം കരേ ഗൃഹീത്വാ കഥയ പുരാകൃതം യദിന്ദനാർത്ഥം ഗുരുദാര ചോദിതൈരപർത്തുവർഷം തദമർഷി കാനനേ. അന്ന് ഗുരുകുലവാസ സമയത്ത് ഉണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ച് പറയുക. അത് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ചോദിക്കുന്നത്, അല്ല അങ്ങ് സമാവർത്തനം കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിച്ചില്ലേ? തനിക്ക് ഏറ്റവും യോജിച്ച ആളല്ലേ അല്ലേ? അങ്ങനെ പല വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ വിറക് കൊണ്ടുവരാൻ പോയത് ഓർമ്മണ്ടോ? ഗുരുപത്നി പറഞ്ഞ പ്രകാരം അന്ന് വിറകില്ല എന്ന് പറഞ്ഞപ്പോ കാട്ടിൽ പോയി. ആ കാട്ടിൽ പോയപ്പോ വിറക് സംഘടിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ സന്ധ്യാസമയമായി, ഭയങ്കര കാറ്റ് വന്നു, മഴ വന്നു, ആകെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായി അല്ലെ. ഉയർന്ന സ്ഥലേതാ താഴ്ന്ന സ്ഥലേതാ മനസ്സിലാവില്ല, കാരണം മൊത്തം വെള്ളം കൊണ്ട് മൂടി. എന്നിട്ട് ആ കാട്ടില് നമ്മൾ മരത്തിന്റെ മുകളിലൊക്കെ പിടിച്ചു നിന്നത് ഓർമ്മല്ലേ അന്ന് രാത്രി മുഴുവൻ എന്നൊക്കെ ചോദിച്ചു. തിരിച്ച് നമ്മള് പോരുമ്പോ, പിറ്റേന്ന് രാവിലെ പോരുമ്പോ
സാന്ദീപനി മഹർഷി, നമ്മളെ ഗുരു, അദ്ദേഹം നമ്മളെ തെരഞ്ഞു വരുന്നുണ്ടായിരുന്നില്ലേ? എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ നമ്മളുടെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചില്ലേ? നിങ്ങൾ നന്നായിട്ട് വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പലതും ഇങ്ങനെ ചോദിച്ചു. ഈ ചോദിക്കുന്നതിനൊക്കെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാം കേട്ടിരിക്കുക മാത്രം. അദ്ദേഹം എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയണില്ല. ഇങ്ങനെ ആ ഗുരുവിന്റെ അനുഗ്രഹം അങ്ങക്ക് ഓർമ്മല്ലേ? ഭാഗവത്തിൽ പറയണു, ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മറുപടി മാത്രം പറഞ്ഞു സുദാമാവ്, പറയാതെ എല്ലാം പറഞ്ഞു. ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂത്. ഭഗവാനെ, എല്ലാം അങ്ങയുടെ ഇച്ഛ പോലെ നടക്കുന്നു. അങ്ങയുടെ ആഗ്രഹങ്ങളല്ലേ, അങ്ങയുടെ ചിന്തകളല്ലേ നടക്കുന്നത്. തനിക്കിങ്ങനൊരവസ്ഥ ഉണ്ടാവാൻ കാരണവും എന്നുള്ളത് പറയാതെ പറഞ്ഞു എന്ന് പറയാ. എന്നാ ഒന്നും പറഞ്ഞിട്ടില്ലേ? ഭഗവാൻ ഈ സമയത്ത് പിന്നെ നേരെ മാറി ചോദ്യം, അല്ലക്കി മുപായനമാനീതം. ഭാഗവത്തിൽ ചോദിക്കുന്നു, എന്താ കൊണ്ടോന്നത് അല്ലെ? എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ എൻ്റെ അടുത്തേക്ക് വരുമ്പോ. അതിപ്പോ ഇനി വളരെ കുറച്ചായാലും മതി. ആ കുറച്ചുള്ള സാധനത്തിൽ ഭക്തിയോടുകൂടി എന്ത് തന്നാലും എനിക്ക് സന്തോഷമാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി അല്ലെ? ഭക്തിയോടുകൂടി എന്ത് തന്നാലും എനിക്ക് സന്തോഷമാണ്. ഇനി ഭക്തിയില്ലാതെ അനവധി തന്നാൽ എനിക്ക് അത്ര സന്തോഷമാവൂല. എന്തേ കൊണ്ടോന്നീനോ എന്ന് ചോദിച്ചപ്പോ തപാജുഷോസ്മാത് പൃഥുകം ബലാദധ. എന്നാ ഇദ്ദേഹത്തിന് കൊടുക്കാൻ അങ്ങോട്ട് കഴിയണില്ല. എന്താ കാരണം? എങ്ങനെയാണ് ഈ ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന ഭഗവാന് ഈ 4 പിടി അവില് കൊടുക്കുക? ലജ്ജയാണ് കൊടുക്കാൻ. ഭഗവാന് മനസ്സിലായി, ഇദ്ദേഹം തന്നിട്ട് ഞാൻ വാങ്ങലുണ്ടാവില്ല. ആ ഭഗവാൻ അങ്ങോട്ട് പൃഥുകം ബലാത് പ്രഗൃഹ്യ, ആ അവലിനെ ബലത്തോടു കൂടി ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയതാണ്. പിടിച്ചു വാങ്ങിയിട്ട് ഒരു പിടിയെടുത്ത് അങ്ങോട്ട് കഴിച്ചു. ആ ഒരു പിടിയെടുത്ത് കഴിക്കുന്നതും ആ സമയത്ത് നേരെ സംഭ്രമാത് രമാ ഉപേത്യ, വളരെ പരിഭ്രമത്തോടുകൂടി രുക്മിണി അവിടേക്ക് വന്നു. അപ്പൊ ഇവിടെ ശൈബ്യാഗ്രഹത്തിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ നാരായണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രുക്മിണി അപ്പോ ശൈബ്യാഗ്രഹത്തിലേക്ക് കയറി വന്നു എന്ന് വിചാരിക്കുകയാണ് വേണ്ടത്. നേരെ വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? മതി, ഇനി മുഴുവൻ കഴിക്കണ്ട, എല്ലാവർക്കും കൊടുക്കണ്ടേ, എല്ലാവർക്കും പ്രസാദം വേണ്ടേ? അപ്പോ ഭഗവാൻ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതെല്ലാം അനുഭവിക്കണമല്ലോ. താൻ ഈ എല്ലാ പിടിയും കൂടി എടുത്തു കഴിച്ചാൽ അദ്ദേഹത്തിന് മോക്ഷവും കൂടിയാവും. അത് വേണ്ട, കുറച്ചൊക്കെ അദ്ദേഹം അനുഭവിക്കട്ടെ, അദ്ദേഹത്തിന്റെ കാമം അനുഭവിക്കട്ടെ. അർത്ഥം, ഭക്തി അദ്ദേഹത്തിന് വേണ്ടോന്നുണ്ട്. ധർമ്മം അദ്ദേഹം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹം ഈ ജീവിതവും ഒന്ന് അനുഭവിക്കട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും. രുക്മിണി വന്ന് ആ അവലിങ്ങോട്ട് പിടിച്ചു വാങ്ങി. 4 പിടി മുഴുവൻ കഴിക്കാൻ സമ്മതിച്ചില്ല. ഈ 4ഉം കൂടി ആയാൽ പറ്റില്ല. ഭഗവാന് സന്തോഷമായി. എല്ലാവർക്കും കൊടുത്തോട്ടോ എന്ന് പറഞ്ഞു ഭഗവാൻ. കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഈ അലമാറയിൽ വെച്ചോളൂ, എപ്പോഴെങ്കിലും എനിക്ക് പ്രയാസം എന്തെങ്കിലും വരുമ്പോ എടുത്ത് കഴിക്കാലോ എന്നും പറഞ്ഞു. ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരിം വസന്നേക നിശാം മഹാസുഖം പ്രതാപരേ ദുർദ്രവിണം വിനായയോ വിചിത്രരൂപസ്തവ ഖൽവനുഗ്രഹ. എന്നാൽ അന്ന് രാത്രി മുഴുവൻ അവിടെ ഭഗവാനോട് കൂടിച്ചേർന്ന് ആ സുഖം അങ്ങനെ അനുഭവിച്ചു. സുഖമായിട്ട് അവിടെ അങ്ങോട്ട് താമസിച്ചു. രാത്രി മുഴുവൻ പല കഥകളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറഞ്ഞ് സന്തോഷിച്ച് മനസ്സിന് ഇനി ഇതിൽ കൂടുതൽ ഒരു ആനന്ദം കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എന്താ തനിക്ക് വേണ്ടത്? ഇനി ഒന്നും വേണ്ടതില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഭഗവാൻ, എന്നാൽ ഞാൻ
അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചു. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവാൻ തയ്യാറെടുക്കുക. രണ്ടാക്കും പിരിയാൻ വയ്യാത്തൊരവസ്ഥയിട്ട്. ഭഗവാന് സുദാമാവിനെ പിരിയാൻ വയ്യ, സുദാമാവിന് ഭഗവാനെ പിരിയാൻ വയ്യ. രണ്ടുപേരും കൂടി യാത്ര പറഞ്ഞിട്ട് എത്രയായിട്ടും അങ്ങോട്ടും അങ്ങോട്ട് പോവാതിരുന്നു. കുറേ നേരം ഭഗവാൻ ഒപ്പം ചെല്ലും, തിരിച്ച് സുദാമാവ് അങ്ങോട്ട് പോവും, പിന്നെ അങ്ങോട്ട് വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടുള്ള ഒരു അങ്ങോട്ട് അവസാനം ആ പൂവല്ലാതെ പോയിക്കോട്ടെ എന്ന ഭഗവാന്റെ സങ്കല്പമാണ് അല്ലേ. വയ്യ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. വിചിത്രരൂപസ്തവ ഖല്ലു അനുഗ്രഹ. അദ്ദേഹം ചിന്തിക്കുക, ഭഗവാൻ ഇപ്പം എനിക്ക് എന്തെങ്കിലും തന്നോ? ഇല്ലേ, ഒന്നും തന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം എന്തിനാ ഞാൻ ചോദിക്കേണ്ടത്? ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പല രീതിയിലല്ലേ. ചില ആൾക്കാരൊക്കെ ഭഗവാൻ നേരിട്ട് അനുഗ്രഹിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് ഗൂഢമായിട്ട് അനുഗ്രഹിക്കും. ചിലപ്പോൾ ഇനി ഭഗവാനെ ഗൂഢമായിട്ടാണോ അനുഗ്രഹിക്കുന്നത്? പല ചിന്തകൾ അദ്ദേഹത്തിന്റെ തിരിച്ചു പോരുമ്പോൾ, തന്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോരുമ്പോഴുള്ള ചിന്തകളാണ്. എന്നാലും ചോദിക്കേണ്ടിയിരുന്നോ, എന്തെങ്കിലും ചോദിക്കേണ്ടിയിരുന്നോ എന്നൊക്കെയുള്ള ചിന്തയും അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. ചോദിക്കാത്തതിലുള്ള ഒരു വിഷമം മനസ്സിലുണ്ടോ? അല്ല, എന്തിനാ ഞാൻ വിഷമിക്കണോ? എനിക്ക് ഭഗവാന്റെ ആ വാക്കുകൾ ചിന്തിച്ചാൽ പോരെ, ഭഗവാനെ കണ്ടതിലുള്ള സന്തോഷം ആലോചിച്ചാൽ പോരെ അല്ലേ? അല്ലെങ്കിലോ ആ ചിരി ചിന്തിച്ചാൽ പോരെ, ഭഗവാന്റെ ആ ചിരി. ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ, കളഭം ചാർത്തിയിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ആ ചിരി. ഇനി ഇതിൽ കൂടുതൽ നമുക്കെന്താ നേടാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ച് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോരുക. യതിഹി അയാദിഷ്യം അച്യുത അദാസ്യത്. അതും ചിന്തിച്ചു കൂട്ടത്തില്. ഞാൻ ഇപ്പൊ ചോദിച്ചിരുന്നെങ്കിൽ ഭഗവാൻ തരുമായിരുന്നു അല്ലേ. ഇനിയിപ്പൊ ഞാൻ എന്താ എന്റെ പത്നിയോട് പറയാ? ഭാര്യം കിം വദാമീതി, ഞാൻ എന്ത് പറയും? അതൊക്കെ ചിന്തിച്ച് അദ്ദേഹം എന്നാലും ഭഗവാന്റെ മുഖത്തുള്ള ആ ആനന്ദം അല്ലേ, ആ കണ്ടതിലുള്ള സന്തോഷം, അത് എപ്പോഴും മനസ്സിലുണ്ട്. അതിലങ്ങനെ ചിന്തിച്ച് ലയിച്ചു പോയി. ചിലപ്പോൾ ഈ ചിന്ത വരുന്നുണ്ട്, പിന്നെ ആ ഭഗവാനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചു പോവുക. അങ്ങനെ പതുക്കെ തൻ്റെ ഗൃഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ കുറച്ച് തിളക്കം കൂടുതലുണ്ടല്ലോ. ഇതിപ്പം തനിക്ക് വഴി തെറ്റിയോ? കിം മാർഗവിഭ്രംശ ഇത് ഭ്രമൺക്ഷണം. എനിക്ക് എന്തെങ്കിലും മാർഗവിഭ്രംശം ഉണ്ടായോ, വഴി തെറ്റിയോ എന്ന് കുറച്ചുപേരൊന്നും ഇങ്ങനെ ആലോചിച്ചു നിന്നു. കാരണം ഒരു കൊട്ടാരമാണ് കാണാനുള്ളത്, രത്നങ്ങൾ പതിച്ചിട്ടുള്ള. ആ രത്നങ്ങളിൽ പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ കൊട്ടാരം കണ്ടപ്പോൾ തനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ ഒരു മിനിറ്റ് അവിടെ ഇങ്ങനെ നിന്നുപോയി. ഗൃഹം പ്രവിഷ്ട സഖി പരീതാം മണി ഹേമഭൂഷിതാം. എന്നാലും ഓടി വരുന്നുണ്ട് ആര്? പത്നി പുറത്തേക്ക് ഓടി ഇങ്ങോട്ട് വന്നു. കൂടെ അനവധി തോഴിമാരുണ്ട്. ആ സുദാമാവിനെ അങ്ങോട്ട് കണ്ടപ്പോ പത്നിക്ക് ഒന്നേ തോന്നിയുള്ളൂ. എന്താ തോന്നിയത്? ഒന്ന് ആലിംഗനം ചെയ്യണമെന്നോ. എന്താ കാരണം? ഭഗവാൻ ആലിംഗനം ചെയ്തിട്ടുണ്ടാവും ഈ സുദാമാവിനെ. ആ ഭഗവാൻ ആലിംഗനം ചെയ്തിട്ടുള്ള സുദാമാവിനെ ഒന്ന് ആലിംഗനം ചെയ്യണം എന്നൊക്കെ. പക്ഷെ അതിനുള്ള സമയം അതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി. കരുണാം മഹാത്ഭുതാം ബുബോധച. ഭഗവാന്റെ ആ ഗൂഢമായിട്ടുള്ള അനുഗ്രഹം, ഭഗവാന്റെ ആ കാരുണ്യം, ഇത് വളരെ ആശ്ചര്യകരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഇവിടെ എത്തിയപ്പോ ഇത് ഇന്ദ്രന്റെ പുരിയാണോ അല്ലെങ്കിൽ ദ്വാരക തന്നെയാണോ എന്ന് പോലും തെറ്റിദ്ധരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗൃഹം ഇപ്പോൾ ആയിട്ടുള്ളത്. എന്നാൽ ഇവിടെ എത്തിയിട്ട് എങ്ങനെ ഇദ്ദേഹം ഈ സൗകര്യങ്ങളൊക്കെ ഈ കൊട്ടാരത്തില് തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കി എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. സഹ രത്നശാലാസു വസൻ അപി. ഈ രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള ഗൃഹത്തിലാണ് താമസിച്ചതെങ്കിൽ പോലും
അതിലൊന്നും ഒരാഗ്രഹവും ഒരാസക്തിയും അദ്ദേഹം വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒന്നിനോടും ഒരമിതമായ ആസക്തി ഇല്ല. എന്നാ എങ്ങനെ അദ്ദേഹം അവിടെ ജീവിച്ചത്? വിഷയാൻ ജായയാത്യക്ഷൻ ബുഭുജേ നാദിലമ്പട എന്ന് ഭാഗവതം പറയണു. ഒരു ലമ്പടത്വവും ഇല്ലാതെ ഭഗവാൻ സന്തോഷാവണം. താൻ എന്തെങ്കിലും ഈ സൗകര്യം ഉപയോഗിക്കാതിരുന്നിട്ട് ഭഗവാന് പ്രയാസാവരുത്. താനത് സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ളൊരൊറ്റ ചിന്തയോടുകൂടി അദ്ദേഹം ഇതൊക്കെ അനുഭവിച്ചു. ഈ സുഖങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചു. ഇങ്ങനെയുള്ള ഈ അജിതം പരാജിതം അല്ലെ, ഭക്തന് മുമ്പിൽ മാത്രം പരാജയപ്പെട്ടുള്ള ഭഗവാന്റെ ഈ കഥ ഇത് കേട്ടുകഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എല്ലാ തരത്തിലുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവുന്നു, ഭഗവാന്റെ ഭക്തി ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ പട്ടേരിപ്പാട് പ്രാർത്ഥിക്കണു, ത്വമ്മേ ഗദാൻ ഹരസ്വ, എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 87ാമത്തെ ദശകം സമർപ്പിക്കുന്നത്. എല്ലാ വാക്കുകളും ആ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.